ഒരു കപ്പ് ഗോതമ്പ് പൊടിയും 3 മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഷെയ്ബ കിച്ചണിലെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതാ മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ 2 വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്കിത് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാനിത് 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഉള്ളി ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക. അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം നമുക്ക്. പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് പറ്റില്ലെങ്കിൽ ഓയിലും വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വാടി കിട്ടണം. അതിനായിട്ട് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളായ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ചേരുവം കൂടി ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചതച്ചതും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് കശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്കിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് തന്നെ നമുക്കിതാ കുരുമുളകും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലിപ്പോൾ മുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1/2 സ്പൂണ് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിത് ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളൊരു ദോശ മാവിൻ്റെ ആ ഒരു പാകത്തിന് നമുക്കിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വെള്ളവും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ചും കൂടി ലൂസാക്കി കൊടുക്കണം. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയായതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് തന്നെ ഉള്ളതാണെങ്കിൽ അരക്കുമ്പോൾ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതാ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഈ ഒരു ലൂസ് വേണം. നമ്മളൊരു ദോശമാവിൻ്റെ ലൂസ് വേണം. അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങും റെഡിയായി. ഇനി നമ്മൾ മുട്ട തൊലി കളഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതാ സ്റ്റൗവിലേക്ക്
ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുക, ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ വെച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്ക് തന്നെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല. നോൺ സ്റ്റിക്കിലാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നോട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാത്തവർ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും പ്രശ്നമില്ല, എന്താണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നെയ്യിലേക്ക് വെളുത്തുള്ളി ഈ ഒരു നെയ്യിൽ കിടന്ന് ഒന്നൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണം, നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഈ പാൻ്റെ എല്ലായിടത്തും ഈ നെയ്യ് ഒന്ന് ആക്കി കൊടുക്കുക. എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്, നെയ്യ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ, ആ കൂട്ടിൻ്റെ പകുതി ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് മൊത്തത്തിൽ ആ ഫില്ലിങ് ഫുള്ളാക്കി കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ ഇതിന് കറക്റ്റ് പാകമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ അതിന് കറക്റ്റ് പാകത്തിനാണ് 3 ഉള്ളി. അപ്പോൾ ആ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇത് എല്ലാത്തിനും കൂടി എന്താ പറയുക, മേലിലും താഴലും ഒക്കെ ആയിട്ട് പിന്നെ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് തന്നെ എടുത്താൽ മതി. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലാതെ ഇപ്പോൾ 2 3 ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. അല്ലാണ്ട് ഈ ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് പാകത്തിന് ആ ഒരു കപ്പ് ഗോതമ്പിന് കറക്റ്റാണ്. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. മുട്ട ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലായിടത്തും മുട്ട കിട്ടും. നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും മുട്ട കടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്യുന്നത് പോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം നടുക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മേലോട്ടേക്ക് ആക്കി കൊടുത്താൽ മതി. സൈഡിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്നോളൂ. ഇപ്പോൾ നല്ല പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും. ഇനി ഇതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നമുക്കൊന്നിത് ആയി കിട്ടണം. അപ്പോൾ ഇത് പതുക്കെ നമുക്ക് മെല്ലനെ ഇതൊന്ന് ഇറക്കി കൊടുക്കാം. ഇതിപ്പോൾ വലിയ പാനായതുകൊണ്ടാണ് കേട്ടോ. എൻ്റെത് ചെറിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇറക്കി വെക്കാൻ പറ്റും. എന്നിട്ടൊന്ന് തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി. ആ ഒരു ഭാഗം ഒന്ന് നമുക്കൊന്ന് ആയി കിട്ടണം. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ, നല്ല ടേസ്റ്റുമാണേ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്നൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും അതൊന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ആയി കിട്ടും. ചെറിയ തീ തന്നെ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്ക് ആയിട്ടുണ്ടാവും. നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ വൈകുന്നേരം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഒരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ആകെ ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ.
അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഗോതമ്പ് പൊടി ആയതുകൊണ്ടുള്ള ഒരു ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. അപ്പം ആ മുട്ട അങ്ങനെ തന്നെ നമ്മൾ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് മുട്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നിങ്ങളുടെ റിപ്ലൈ പറയണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചാനലിലുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇൻഷാ അല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം.